Hi friends, welcome to the audio class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit. In our today's class, we are continuing from our previous class, the important INC sessions. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ 1921 വരെയുള്ള പ്രധാനപ്പെട്ട INC സെഷനാണ് ചർച്ച ചെയ്തത്. ഇന്നതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പ്രധാന INC സെഷനാണ് ചർച്ച ചെയ്യുന്നത്. So, start with 1923 Kakinada session in Andhra Pradesh. The important point was T.K. Madhavan moved the resolution for the eradication of untouchability. And the Kakinada session was presided over by Maulana Muhammad Ali. ഇപ്പോൾ 1923 കാക്കിനഡ സെഷൻ ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിൽ വെച്ച് നടന്ന 1923 കാക്കിനഡ സെഷനാണ് അടുത്തത്. കാക്കിനഡ സെഷന്റെ പ്രത്യേകത T.K. മാധവൻ ഐത്തത്തിനെതിരായിട്ട് ഒരു പ്രമേയം പാസാക്കിയ INC സെഷനാണ് 1923 കാക്കിനഡ സെഷൻ. 1923 കാക്കിനഡ സെഷൻ. 1923 കാക്കിനഡ സെഷന്റെ പ്രസിഡന്റായിരുന്നു മൗലാന മുഹമ്മദ് അലി. ഇപ്പോൾ 1923 കാക്കിനഡ ആന്ധ്രാപ്രദേശ്. പ്രത്യേകത T.K. മാധവൻ, മലയാളിയായ T.K. മാധവൻ ഐത്തത്തിനെതിരായിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഇനി കാക്കിനഡ സെഷനിലെ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് മൗലാന മുഹമ്മദ് അലി. നെക്സ്റ്റ് വൺ വാസ് 1923 ഡൽഹി സ്പെഷ്യൽ സെഷൻ. ദിസ് വാസ് ദ സെക്കൻഡ് INC സെഷൻ ഇൻ ദ 1923. The important point was it was presided over by the youngest president of INC, Maulana Abdul Kalam Azad. അടുത്തത് 1923 തന്നെ ഡൽഹിയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ സെഷൻ, പ്രത്യേക സെഷനാണ്. 1923 രണ്ട് സെഷൻ. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു കാക്കിനഡ ആന്ധ്രാപ്രദേശ്. രണ്ടാമത് 1923 തന്നെ ഡൽഹിയിൽ വെച്ച് ഒരു പ്രത്യേക സെഷൻ, സ്പെഷ്യൽ സെഷൻ. അതിന്റെ പ്രത്യേകത ഈ സെഷനിൽ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് INCയുടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ചെറുപ്പമായിട്ടുള്ള പ്രസിഡന്റാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ കാക്കിനഡയിൽ പ്രസിഡന്റ് ആയിരുന്നത് മൗലാന മുഹമ്മദ് അലി. ഡൽഹിയിൽ എത്തിയപ്പോൾ പ്രസിഡന്റ് സ്ഥാനം വരുന്നത് ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള INCയുടെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ 1923 ഡൽഹി സ്പെഷ്യൽ സെഷൻ. പ്രത്യേകത യങ്ങസ്റ്റ് പ്രസിഡന്റ് ഓഫ് INCയുടെ ഏറ്റവും ചെറുപ്പക്കാരനായ പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. നെക്സ്റ്റ് വൺ ഈസ് 1924 ബെൽഗാം സെഷൻ ഇൻ കർണാടക. The important point was this session was presided over by Gandhiji. This was the only session presided over by Gandhiji. അടുത്തത് 1924 ബെൽഗാം സെഷൻ, കർണാടകയിലെ ബെൽഗാമിൽ വെച്ച് നടന്ന 1924 ബെൽഗാം സെഷൻ. പ്രത്യേകത മഹാത്മാഗാന്ധി പ്രസിഡന്റായ ഒരേ ഒരു INC സെഷൻ 1924 ബെൽഗാം സെഷൻ. അപ്പോ 1924 ബെൽഗാം സെഷൻ. പ്രസിഡന്റായിരുന്നത് ഗാന്ധിജി. പ്രത്യേകതയും എന്ത് തന്നെയാണ്? ഗാന്ധിജി പ്രസിഡന്റായ ഒരേ ഒരു INC സെഷൻ, അല്ലെങ്കിൽ ആദ്യത്തെ INC സെഷൻ, രണ്ടും ഒന്ന് തന്നെയാണ്. ഗാന്ധിജി ഒരിക്കൽ മാത്രമേ INCയുടെ പ്രസിഡന്റായിരുന്നുള്ളൂ. അത് 1924 ബെൽഗാം സെഷനിലാണ്. അപ്പൊ 1924 ബെൽഗാം സെഷൻ, പ്രസിഡന്റ് ഗാന്ധിജി. നെക്സ്റ്റ് വൺ ഈസ് 1925 കാൺപൂർ സെഷൻ ഇൻ ഉത്തർപ്രദേശ്. The important point was the first Indian woman president or the second woman president of INC.
സരോജിനി നായിഡു. അടുത്തത് 1925 കാൺപൂർ സെഷനാണ്. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ വെച്ച് നടന്ന 1925 കാൺപൂർ സെഷൻ. പ്രത്യേകത, ആദ്യമായി ഒരു ഇന്ത്യൻ വനിത INCയുടെ പ്രസിഡന്റായി. അതുകൂടാതെ രണ്ടാമതൊരു വനിത INCയുടെ പ്രസിഡന്റായി. ആദ്യത്തേത് ആനി ബെസന്റ് ആണ്. ഇപ്പൊ രണ്ടാമതൊരു വനിത പ്രസിഡന്റായി. ഉത്തരം സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു ആയിരുന്നു 1925 കാൺപൂർ സെഷനിലെ പ്രസിഡന്റ്. അപ്പോൾ 1925 കാൺപൂർ സെഷൻ. പ്രത്യേകത, സരോജിനി നായിഡു പ്രസിഡന്റായി. ഇനി അതിന്റെ പ്രത്യേകതകൾ എന്താണ്? ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് INCയുടെ ചരിത്രത്തിൽ തന്നെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ്. ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ്, രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ്, അതാണ് സരോജിനി നായിഡു. 1925 കാൺപൂർ സെഷൻ. പ്രത്യേകത, സരോജിനി നായിഡു പ്രസിഡന്റായി. നെക്സ്റ്റ് വൺ ഈസ് 1927 മദ്രാസ് സെഷൻ. The important was a resolution to boycott the Simon Commission passed. It was presided over by M.A. Ansari. അടുത്തത് 1927 മദ്രാസ് സെഷൻ. 1927 മദ്രാസ് സെഷൻ. ഇനി മദ്രാസ് സെഷന്റെ പ്രത്യേകത, സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രമേയം പാസാക്കിയ INC സെഷനാണ് 1927 മദ്രാസ് സെഷൻ. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രമേയം പാസാക്കിയ INC സെഷനാണ് 1927 മദ്രാസ് സെഷൻ. മദ്രാസ് സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു M.A. അൻസാരി. അപ്പോ 1927 INCയുടെ മദ്രാസ് സെഷൻ. പ്രത്യേകത, സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കുന്നതിനുള്ള പ്രമേയം പാസാക്കി. പ്രസിഡന്റായിരുന്നത് M.A. അൻസാരി. നെക്സ്റ്റ് വൺ ഈസ് 1929 ലാഹോർ സെഷൻ, an important one. The INC demanded Purna Swaraj, or the INC session related to Purna Swaraj was 1929 Lahore session. The Congress decided to start the civil disobedience movement. INC pronounced Purna Swaraj declaration on 26 January 1930. Nehru hoisted Indian flag or the Swaraj flag on the banks of River Ravi, and INC declared to observe 26 January as Independence Day. And this important Lahore session was presided over by Jawaharlal Nehru. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് 1929 ലാഹോർ സെഷൻ. 1929 ലാഹോർ സെഷൻ. ലാഹോർ സെഷന്റെ പ്രത്യേകതകള്, കോൺഗ്രസ് ആദ്യമായിട്ട് പൂർണ്ണ സ്വരാജ് എന്ന അവകാശം ഉന്നയിച്ചു. അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട INC സെഷനാണ് ഏത്? 1929 ലാഹോർ സെഷൻ. സ്വരാജുമായി ബന്ധപ്പെട്ട INC സെഷൻ നമ്മൾ മുൻപേ പറഞ്ഞു, 1906 കൽക്കട്ട സെഷൻ. ഇത് പൂർണ്ണ സ്വരാജ്. പൂർണ്ണ സ്വരാജ് INC ആവശ്യപ്പെട്ട സെഷൻ അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട INCയുടെ സെഷനാണ് 1929 ലാഹോർ സെഷൻ. ഇനി പ്രധാനപ്പെട്ട പോയിന്റുകള്, ഈ സെഷനിലാണ് കോൺഗ്രസ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചത്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ INC തീരുമാനിച്ചത് 1929 ലാഹോർ സെഷനിലാണ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. പിന്നീട് INC 1930 ജനുവരി 26
പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് ഈ ലാഹോർ സെഷനിലാണ്. അതിനെ തുടർന്ന് രവി നദിക്കരയിൽ നെഹ്റു ഇന്ത്യൻ പതാക സ്വരാജ് ഫ്ളാഗ് എന്ന പേരിലുള്ള ഇന്ത്യൻ പതാക ഉയർത്തിയത് 1929 ലാഹോർ സെഷനിലാണ്. നെഹ്റു ഉയർത്തിയ ഇന്ത്യൻ പതാകയുടെ പേരാണ് സ്വരാജ് ഫ്ളാഗ്. അത് ഉയർത്തിയ നദിക്കരയാണ് രവി നദിക്കരയിലാണ് ഇന്ത്യയുടെ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത്. ഇന്ത്യ എന്താണ് ചെയ്തത്? INC എന്താണ് ചെയ്തത്? 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി. ഇനി 1930 മുതൽ ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചതും 1929 ലാഹോർ സെഷനിലാണ്. 1930 ജനുവരി 26 മുതൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായിട്ട് ജനുവരി 30 ആഘോഷിക്കാൻ തീരുമാനിച്ചത് 1929 ലാഹോർ സെഷനാണ്. ഇത്രയും പ്രാധാന്യം നിറഞ്ഞ ലാഹോർ സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് 1929 ലാഹോർ സെഷന്റെ പ്രസിഡന്റ്. ജവഹർലാൽ നെഹ്റു. അപ്പോൾ 1929 ലാഹോർ സെഷൻ, INCയുടെ ലാഹോർ സെഷൻ. പ്രത്യേകതകള്: INC പൂർണ്ണ സ്വരാജ് എന്ന അവകാശം ഉന്നയിച്ചു, അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട INC സെഷൻ. പിന്നീട് എന്ത് തുടങ്ങാൻ തീരുമാനിച്ചു? സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, സിവിൽ നിയമലംഘനം തുടങ്ങാൻ INC തീരുമാനിച്ചു. പിന്നീട് 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി. അതിനെ തുടർന്ന് രവി നദിക്കരയിൽ ഇന്ത്യൻ പതാക സ്വരാജ് ഫ്ളാഗ് ജവഹർലാൽ നെഹ്റു ഉയർത്തി. പിന്നീട് 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായിട്ട് പ്രഖ്യാപിച്ചു. അത്രയാണ് 1929 ലാഹോർ സെഷൻ. ലാഹോർ സെഷനിൽ പ്രസിഡന്റ് ആയിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് 1929 ലാഹോർ സെഷന്റെ പ്രസിഡന്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് 1931 കറാച്ചി സെഷൻ. The important was INC moved a resolution related to fundamental right and national economical policy. This session was presided over by Sardar Vallabhbhai Patel. അടുത്തത് 1931 കറാച്ചി സെഷൻ. 1931 കറാച്ചി സെഷൻ. പ്രത്യേകത: INC ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൌലിക അവകാശങ്ങളും നാഷണൽ എക്കണോമിക്കൽ പോളിസി, ദേശീയ സാമ്പത്തിക സ്ഥിതി, ഇത് രണ്ടുമായി ബന്ധപ്പെട്ട INCയുടെ പ്രമേയങ്ങൾ പാസാക്കിയ സെഷനാണ് 1931 കറാച്ചി സെഷൻ. എന്തൊക്കെയാണ്? 1931 കറാച്ചി സെഷനിലാണ് ഫണ്ടമെന്റൽ റൈറ്റുമായിട്ടും നാഷണൽ എക്കണോമിക്കൽ പോളിസി, മൌലിക അവകാശങ്ങളും രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ, ഇത് രണ്ടുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ പാസാക്കിയ INC സെഷനാണ് 1931 കറാച്ചി സെഷൻ. കറാച്ചി സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ 1931 കറാച്ചി സെഷൻ. പ്രത്യേകത: ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടും നാഷണൽ എക്കണോമിക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ട റെസല്യൂഷൻസ് പാസാക്കി. പ്രസിഡന്റ് ആയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. നെക്സ്റ്റ് വൺ ഈസ് 1932 ഡൽഹി സെഷൻ. The important point was INC ban for the first time, and this Delhi session was presided over by Amrit Lal. Amrit Lal was the president of 1932 Delhi session. അടുത്തത് 1932 ഡൽഹി സെഷനാണ്. 1932 ഡൽഹി സെഷൻ. പ്രത്യേകത: INCയെ നിരോധിച്ച ആദ്യത്തെ സെഷനാണ് 1932 ഡൽഹി സെഷൻ. ഈ സെഷൻ നടക്കുമ്പോൾ ആദ്യമായിട്ട് INCയെ നിരോധിച്ച ശേഷം വരുന്ന സെഷനാണ് 1932 ഡൽഹി സെഷൻ. ഡൽഹി സെഷനിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അമൃത് ലാൽ. അമൃത് ലാൽ. അപ്പോൾ 1932
ഡൽഹി സെഷൻ. INC നിരോധിച്ച ശേഷമുള്ള ആദ്യത്തെ സെഷൻ. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അമൃത് ലാൽ. നെക്സ്റ്റ് വൺ ഈസ് 1933 കൽക്കട്ട സെഷൻ. The important was a third woman president for INC when Malaviya, the actual president, was arrested. The third woman president was Nellie Sen Gupta. Nellie Sen Gupta was the third woman president of INC in 1933 when the actual president Malaviya was arrested. And this was the second time INC ban, or the second INC session when INC ban. അടുത്തത് 1933 കൽക്കട്ട സെഷൻ. പ്രത്യേകത, INCയുടെ രണ്ടാമത്തെ തവണ നിരോധനം വന്നപ്പോഴുള്ള INC സെഷൻ, അല്ലെങ്കിൽ രണ്ടാമത്തെ INC സെഷൻ, INCക്ക് നിരോധനം വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ സെഷൻ 1933 കൽക്കട്ട സെഷൻ. പ്രത്യേകത, മൂന്നാം തവണ ഒരു വനിത INCയുടെ പ്രസിഡന്റായി. യഥാർത്ഥത്തിൽ കൽക്കട്ട സെഷൻ പ്രസിഡന്റ് ആകേണ്ടിയിരുന്ന മദൻ മോഹൻ മാളവ്യ അറസ്റ്റിലായതിനെ തുടർന്ന് നെല്ലി സെൻ ഗുപ്തയാണ് മൂന്നാമത് പ്രസിഡന്റായ വനിത. നെല്ലി സെൻ ഗുപ്ത. അപ്പോ 1933 കൽക്കട്ട സെഷൻ. പ്രത്യേകതകള്: രണ്ടാം തവണ INC നിരോധിച്ച ശേഷമുള്ള സെഷൻ. അത് കൂടാതെ മൂന്നാമതൊരു തവണ കൂടി ഒരു വനിത INCയുടെ പ്രസിഡന്റ് സ്ഥാനത്തെത്തി. ആക്ച്വൽ പ്രസിഡന്റ് ആകേണ്ടിയിരുന്ന മദൻ മോഹൻ മാളവ്യ അറസ്റ്റിലായതിനെ തുടർന്ന് വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് നെല്ലി സെൻ ഗുപ്ത. 1933 കൽക്കട്ട സെഷൻ, മൂന്നാമത്തെ വനിതാ പ്രസിഡന്റ്. നെക്സ്റ്റ് വൺ ഈസ് 1935 ബോംബെ സെഷൻ. The important point was INC demanded for a constitution for India for the first time. And this Bombay session was presided over by Dr. Rajendra Prasad. അടുത്തത് 1935 ബോംബെ സെഷൻ. പ്രത്യേകത, ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് INC ആദ്യമായി ആവശ്യം മുന്നോട്ട് വെച്ച INC സെഷൻ. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച INCയുടെ ആദ്യത്തെ സെഷനാണ് 1935 ബോംബെ സെഷൻ. ബോംബെ സെഷന്റെ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് രാജേന്ദ്ര പ്രസാദ്. അപ്പോ 1935 ബോംബെ സെഷൻ. പ്രത്യേകത എന്താണ്? ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച INC സെഷനാണ് ബോംബെ സെഷൻ. അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര്? രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് വൺ ഈസ് 1937 ഫെയ്സ്പൂർ സെഷൻ ഇൻ മഹാരാഷ്ട്ര. ഫെയ്സ്പൂർ സെഷൻ. The important points were the first time an INC session in a village. INC officially demanded a constitution for India. And the Faizpur session was presided over by Jawaharlal Nehru. അടുത്തത് 1937 ഫെയ്സ്പൂർ സെഷനാണ്. 1937 ഫെയ്സ്പൂർ സെഷൻ. ചില സ്ഥലങ്ങളിൽ 1936 ഫെയ്സ്പൂർ സെഷൻ എന്നും കാണപ്പെടുന്നുണ്ട്. ഇപ്പൊ 1937 മഹാരാഷ്ട്രയിലെ ഫെയ്സ്പൂരിൽ വെച്ച് നടന്ന ഫെയ്സ്പൂർ സെഷൻ. ഈ സെഷന്റെ പ്രത്യേകതകളായിരുന്നു: ആദ്യമായിട്ട് INC ഒരു ഗ്രാമത്തിൽ വെച്ച് യോഗം കൂടിയത് ഫെയ്സ്പൂരിൽ വെച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി ഒരു ഗ്രാമത്തിൽ സമ്മേളിച്ചത് 1937 ഫെയ്സ്പൂർ സമ്മേളനത്തിലാണ്. ഇനി ഈ സമ്മേളനത്തിലാണ് കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. 35 ബോംബെ സെഷനിൽ
ഒരാവശ്യം വേണമെന്നും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചില്ല. കോൺഗ്രസ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ആവശ്യം ഉന്നയിച്ചതേ ഉള്ളൂ. അത് ഔദ്യോഗികമായിട്ട് ഉന്നയിച്ച, ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്ത സെഷനാണ് 1937 ഫെയ്സ്പൂർ സെഷൻ. ഫെയ്സ്പൂർ സെഷനിലെ പ്രസിഡന്റ് ആയിരുന്നു ജവഹർലാൽ നെഹ്റു. ഫെയ്സ്പൂർ സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ജവഹർലാൽ നെഹ്റു. അപ്പോൾ 1937 ഫെയ്സ്പൂർ സെഷൻ പ്രത്യേകതകള്: ആദ്യമായിട്ട് ഒരു ഗ്രാമത്തിൽ വെച്ച് INC സമ്മേളിച്ചു. രണ്ടാമത്, ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ഒഫീഷ്യലി അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് INC ഡിമാൻഡ് ചെയ്തു. ഇനി ഫെയ്സ്പൂർ സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് 1937 ഫെയ്സ്പൂർ സെഷന്റെ പ്രസിഡന്റ്. നെക്സ്റ്റ് വൺ ഈസ് 1938 ഹരിപുര സെഷൻ ഇൻ ഗുജറാത്ത്. Important point where Subhash Chandra Bose elected as the INC president for the first time. അടുത്തത് 1938 ഹരിപുര സെഷൻ. ഗുജറാത്തിലെ ഹരിപുരയിൽ വെച്ച് നടന്ന 1938 ഹരിപുര സെഷൻ. ഹരിപുര സെഷന്റെ പ്രത്യേകത, സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായ INC പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സെഷനാണ് 1938 ഹരിപുര സെഷൻ. 1938 ഹരിപുര സെഷൻ. അപ്പൊ 1938 ഹരിപുര സെഷൻ ഗുജറാത്ത്. പ്രത്യേകത, സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി INCയുടെ പ്രസിഡന്റായി. നെക്സ്റ്റ് വൺ ഈസ് 1939 ത്രിപുരി സെഷൻ ഇൻ മധ്യപ്രദേശ്. Tripuri session in Madhya Pradesh. The important points were the first time there was an election to choose the INC president. In the election, Subhash Chandra Bose beat Pattabi Sitaramayya, the Gandhi's candidate. Later, he resigned and Rajendra Prasad appointed in his place. അടുത്തത് 1939 ത്രിപുരി സെഷനാണ്. 1939 ത്രിപുരി സെഷൻ മധ്യപ്രദേശിലെ ത്രിപുരിയിൽ വെച്ച് നടന്ന 1939 ത്രിപുരി സെഷൻ. പ്രത്യേകതകള്, ആദ്യമായിട്ട് ഒരു INC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ ഇലക്ഷൻ വേണ്ടി വന്ന സെഷനാണ് 1939 ത്രിപുരി സെഷൻ. ആദ്യമായിട്ട് INC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ ഒരു ഇലക്ഷൻ വേണ്ടി വന്ന സെഷനാണ് 1939 ത്രിപുരി സെഷൻ. ഇനി നടന്ന ഇലക്ഷനിൽ ഗാന്ധിജിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന പട്ടാഭി സീതാരാമയ്യയെ തോൽപ്പിച്ച് സുഭാഷ് ചന്ദ്രബോസ് വിജയിച്ചു. INC പ്രസിഡന്റായി നടന്ന തെരഞ്ഞെടുപ്പില് ഗാന്ധിജി നിർദ്ദേശിച്ച പട്ടാഭി സീതാരാമയ്യയെ തോൽപ്പിച്ച് സുഭാഷ് ചന്ദ്രബോസ് INCയുടെ പ്രസിഡന്റായി. പിന്നീട് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. പകരം INC പ്രസിഡന്റ് ആയത് രാജേന്ദ്ര പ്രസാദ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചതിന് ശേഷം INC പ്രസിഡന്റ് ആയ വ്യക്തിയാണ് രാജേന്ദ്ര പ്രസാദ്. അപ്പോ 1939 ത്രിപുരി സെഷൻ. പ്രത്യേകതകള്, ആദ്യമായിട്ട് ഒരു INC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ ഇലക്ഷൻ വേണ്ടി വന്നു. ഇലക്ഷനില് ഗാന്ധിജിയുടെ നിർദ്ദേശമായിരുന്ന പട്ടാഭി സീതാരാമയ്യയെ തോൽപ്പിച്ച് സുഭാഷ് ചന്ദ്രബോസ് വിജയിച്ചു. പിന്നീട് അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാനത്തിലേക്ക് പുതിയ പ്രസിഡന്റായി വന്ന വ്യക്തിയാണ് രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് വൺ ഈസ് 1940 രാംഘട്ട് സെഷൻ ഇൻ ജാർഖണ്ഡ്. The important point was Maulana Abdul Kalam Azad elected as the INC president and he continued as the INC president till 1946. അടുത്തത് 1940 രാംഘട്ട് സെഷൻ, ജാർഖണ്ഡിലെ രാംഘട്ട് സെഷൻ. പ്രത്യേകത, മൗലാന അബ്ദുൽ കലാം ആസാദ് INCയുടെ പ്രസിഡന്റായി. അദ്ദേഹം 1946 വരെ ആ പദവിയിൽ തുടർന്നു. 1940 രാംഘട്ട് സെഷൻ, ജാർഖണ്ഡ്. പ്രത്യേകത,
മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം 1946 വരെ ആ പദവിയിൽ തുടർന്നു. നെക്സ്റ്റ് വൺ ഈസ് 1942. The session was conducted on Gowalia Tank Maidan or the August Kranti Maidan. Gowalia Tank Maidan is now known as the August Kranti Maidan. The 1942 session of INC was conducted on the Gowalia Tank Maidan. The important point where the INC passed the Quit India resolution and Gandhi launched the slogan "Do or Die." This session was presided over by Maulana Abdul Kalam Azad. അടുത്തത് 1942 INC സെഷനാണ്. 1942 INC സെഷൻ നടന്നത് ഗോവാലിയ ടാങ്ക് മൈതാൻ, ഇപ്പോൾ അതറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്നാണ്. അപ്പോൾ ഗോവാലിയ ടാങ്ക് മൈതാനിലാണ് 1942 INC സെഷൻ നടക്കുന്നത്. അതിന്റെ പ്രത്യേകതകള്, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ INCയുടെ സമ്മേളനമാണ് 1942. 1942 INCയുടെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുന്നത്. അതുകൂടാതെ അതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യമാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയാണ് ആ മുദ്രാവാക്യം ഉയർത്തിയത്. ഇനി 1942 INC സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ 1942 INCയുടെ സെഷൻ നടക്കുന്നത് ഗോവാലിയ ടാങ്ക് മൈതാൻ, മുംബൈ. ഇപ്പോൾ അതറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാൻ. ഇനി അതുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ ഏതൊക്കെയാണ്? INC ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. അതുകൂടാതെ ഗാന്ധിജിയുടെ പ്രശസ്തമായ മുദ്രാവാക്യം ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇനി 1942 INC സെഷനിലെ പ്രസിഡന്റ് ആയിരുന്നു ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. നെക്സ്റ്റ് വൺ ഈസ് 1946 മീററ്റ് സെഷൻ ഇൻ UP. മീററ്റ് സെഷൻ ഇൻ ഉത്തർപ്രദേശ്. The important points were, this was the last INC session in British India and it was presided over by J.B. Kripalani, who was the INC president when India got freedom or India get independence. അടുത്തത് 1946 മീററ്റ് സെഷൻ, ഉത്തർപ്രദേശിലെ മീററ്റ് സെഷൻ 1946. പ്രത്യേകതകള്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ വെച്ച് നടന്ന അവസാനത്തെ INC സമ്മേളനമാണ് 1946 മീററ്റിലേത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ വെച്ച് നടന്ന INCയുടെ അവസാനത്തെ സമ്മേളനമാണ് 1946 മീററ്റ് സമ്മേളനം, ഉത്തർപ്രദേശ്. മീററ്റ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ്, INCയുടെ പ്രസിഡന്റ് ആയിരുന്നു JB കൃപലാനി. JB കൃപലാനി ആയിരുന്നു മീററ്റ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ്. അദ്ദേഹമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുള്ള INC പ്രസിഡന്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുള്ള INC പ്രസിഡന്റ് ആണ് ആര്? JB കൃപലാനി. അപ്പോൾ 1946 മീററ്റ് സെഷൻ, ഉത്തർപ്രദേശ്. പ്രത്യേകത, ബ്രിട്ടീഷ് ഇന്ത്യയിൽ വെച്ച് നടന്ന അവസാനത്തെ INC സമ്മേളനം. ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആര്? JB കൃപലാനി. അദ്ദേഹം എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുള്ള INCയുടെ പ്രസിഡന്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് 1948 ജയ്പൂർ സെഷൻ. It was the first INC session after the independence and it was presided over by Pattabi Sitaramayya. അടുത്തത് 1948 ജയ്പൂർ സമ്മേളനം. 1948 ജയ്പൂർ സെഷൻ. പ്രത്യേകത, സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ INC സമ്മേളനം, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ INC സമ്മേളനമാണ്
1948 ജയ്പൂർ സമ്മേളനം. ഇനി 1948 ജയ്പൂർ സെഷനില് INCയുടെ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യാണ് 1948 ജയ്പൂർ സെഷനിൽ പ്രസിഡന്റായിരുന്നത്. അപ്പോൾ 1948 ജയ്പൂർ സെഷൻ പ്രത്യേകത, സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ INC സെഷൻ. ആരായിരുന്നു പ്രസിഡന്റ്? പട്ടാഭി സീതാരാമയ്യ. നെക്സ്റ്റ് വൺ ഈസ് 1955 ആവടി സെഷൻ ഇൻ തമിഴ്നാട്. The important point was INC adopted the socialistic pattern of society and it was presided over by UN Devdhar. UN Devdhar. അടുത്തത് 1955 ആവടി സെഷൻ. തമിഴ്നാട്ടിലെ ആവടിയിൽ വെച്ച് നടന്ന 1955 ആവടി സെഷൻ. പ്രത്യേകത, സോഷ്യലിസ്റ്റിക് സ്ട്രക്ചർ INC അഡോപ്റ്റ് ചെയ്തു. INCയുടെ പൊതുവിലുള്ള പ്രവർത്തന രീതിയിൽ ഒരു സോഷ്യലിസ്റ്റിക് നേച്ചർ കൊണ്ടുവന്നു. അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചറിന് സോഷ്യലിസ്റ്റിക് നേച്ചറാണ് ചേരുന്നതെന്ന് INC തീരുമാനിച്ചത് 1955 ആവടി സെഷനിലാണ്. ആവടി സെഷനിൽ INCയുടെ പ്രസിഡന്റ് ആയിരുന്നു UN ദേവ്ധർ. UN ദേവ്ധർ. അപ്പോ INC ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേൺ അഡോപ്റ്റ് ചെയ്തത് 1955 ആവടി സെഷൻ, തമിഴ്നാട്. ഇനി ആവടി സെഷനിൽ INCയുടെ പ്രസിഡന്റ് ആയിരുന്നു ആര്? UN ദേവ്ധർ. നെക്സ്റ്റ് വൺ ഈസ് 1959 ഡൽഹി സ്പെഷ്യൽ സെഷൻ. The important point was Indira Gandhi became the INC president for the first time and she became the 4th woman president. അടുത്തത് 1959 ഡൽഹിയിലെ പ്രത്യേക സെഷൻ. 1959 ഡൽഹി പ്രത്യേക സെഷൻ. ഡൽഹി പ്രത്യേക സെഷനുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ്: ഇന്ദിരാഗാന്ധി ആദ്യമായി INCയുടെ പ്രസിഡന്റായി. അതുകൂടാതെ INCയുടെ വനിതാ പ്രസിഡന്റാകുന്ന 4ാമത്തെ വ്യക്തി. അതിനു മുമ്പ് ആനി ബെസന്റ്, സരോജിനി നായിഡു, നെല്ലി സെൻഗുപ്ത 3 പേരായി 4ാമത്തെ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. ഇപ്പോ 1959 ഡൽഹി സ്പെഷ്യൽ സെഷൻ. പ്രത്യേകത, ഇന്ദിരാഗാന്ധി ആദ്യമായി INCയുടെ പ്രസിഡന്റായി. INCയുടെ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന 4ാമത്തെ വനിതയാണ് ഇന്ദിരാഗാന്ധി. നെക്സ്റ്റ് വൺ ഈസ് 1998 ന്യൂഡൽഹി സ്പെഷ്യൽ സെഷൻ. The important points were Sonia Gandhi became the INC president for the first time and she became the 5th woman president. Sonia Gandhi was the longest served INC president. അടുത്തത് 1998 ന്യൂഡൽഹി സ്പെഷ്യൽ സെഷൻ. 1998 ന്യൂഡൽഹി സ്പെഷ്യൽ സെഷൻ. പ്രത്യേകതകള്: സോണിയാഗാന്ധി INCയുടെ പ്രസിഡന്റായി. INCയുടെ പ്രസിഡന്റാകുന്ന 5ാമത്തെ വനിതയാണ് സോണിയാഗാന്ധി. ആനി ബെസന്റ്, സരോജിനി നായിഡു, നെല്ലി സെൻഗുപ്ത, ഇന്ദിരാഗാന്ധി എന്നിവർക്ക് ശേഷം 1998 ന്യൂഡൽഹി സ്പെഷ്യൽ സെഷനിൽ സോണിയാഗാന്ധി INCയുടെ 5ാമത്തെ വനിതാ പ്രസിഡന്റായി. INCയുടെ പ്രസിഡന്റായി ഏറ്റവും കൂടുതൽ കാലയളവ് ഇരുന്ന വ്യക്തിയാണ് സോണിയാഗാന്ധി. INCയുടെ പ്രസിഡന്റായി ഏറ്റവും കൂടുതൽ കാലയളവ് ഇരുന്ന വ്യക്തിയാണ് സോണിയാഗാന്ധി. അപ്പോൾ 1998 ന്യൂഡൽഹി സ്പെഷ്യൽ സെഷൻ. പ്രത്യേകതകള്: സോണിയാഗാന്ധി INCയുടെ പ്രസിഡന്റായി ആദ്യമായിട്ട് സ്ഥാനമേറ്റു. ആ സ്ഥാനത്തെത്തുന്ന 5ാമത്തെ വനിത. അതുകൂടാതെ INC പ്രസിഡന്റായി ഏറ്റവും കൂടുതൽ കാലം വരുന്നതും സോണിയാഗാന്ധി തന്നെയാണ്. So friends, that's all about the important INC session. ഇത്രയാണ് INCയുടെ പ്രധാനപ്പെട്ട സെഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റും.
ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.